നാളെ പാരത്രീക ലോകത്ത് റബ്ബിന്റെ കോടതിയിൽ നമ്മൾ വരുമ്പോ പടച്ച തമ്പുരാൻ ചോദിക്കും, നീ എന്നിൽ വിശ്വസിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യമുണ്ടാകും, നീ എന്നിൽ വിശ്വസിച്ചോ? നമ്മുടെ സഹോദരന്മാർ പറയും, അതെ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. പടച്ച തമ്പുരാന്റെ ചോദ്യം, നീ ഏത് ത്വരീഖത്ത് പ്രകാരമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആളുകൾ, കുറെ ആളുകൾ പറയും ഞങ്ങൾ അശ്ശരി ത്വരീഖത്ത് പ്രകാരമായിരുന്നു, കുറെ ആളുകൾ പറയും ഞങ്ങൾ മാതുരിദി ത്വരീഖത്ത് പ്രകാരമായിരുന്നു, കുറെ ആളുകൾ പറയും ഞങ്ങൾ റസൂലുള്ളാഹിയുടെ ത്വരീഖത്ത് പ്രകാരമായിരുന്നു എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹിയുടെ ത്വരീഖത്തുകാർ അത് വിശദീകരിക്കും, റസൂലുള്ളാഹിയുടെ ത്വരീഖത്ത് എന്താണ് എന്ന്. അശ്ശരി ഇമാമിന്റെ ത്വരീഖത്തുകാരെന്ന് പറയുന്ന ആളുകൾ നാം നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചു നോക്കുക. ഇവിടെയുള്ള നിരവധി അനവധി ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മറുപക്ഷത്തുള്ള ആളുകളുടെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ടല്ലോ. അവരുടെ മദ്രസകളിൽ പഠിക്കാറുണ്ട്, അവരുടെ പള്ളികളിലെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെ ഖണ്ഡിക്കാൻ കരുത്തുറ്റ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. ഇന്ന് വരെ ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അപ്പുറത്തുള്ള, ഞാൻ പറയട്ടെ, ഇവിടെയുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ EK വിഭാഗമാവട്ടെ, AP വിഭാഗമാവട്ടെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ AP വിഭാഗമായാലും EK വിഭാഗമായാലും ഏത് വിഭാഗമായാലും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സ്നേഹത്തോടുകൂടെ വിനയത്തോടുകൂടെ ഞാനൊരു ചോദ്യം ചോദിച്ചു നോക്കട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കുക, നിങ്ങൾക്ക് മറുപടി ഉണ്ടാകുമോ എന്ന്. ഇവിടെയുള്ള സാധാരണക്കാർ ആലോചിച്ചു നോക്കുക, എവിടെയാണ് മറുപടി പറയേണ്ടത്? റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമോ? എന്താണ് ചോദ്യം? പടച്ച തമ്പുരാൻ ചോദിക്കും, എന്താണടാ അശ്ശരി തരീഖത്ത് പ്രകാരം നീ എന്നിൽ വിശ്വസിച്ചു എന്ന് പറയുന്നത് എന്താണ് എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ഒരു അരവരി ഇവിടെ നിരവധി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മാന്യദേഹത്തിന്റെ പ്രഭാഷണം കഴിഞ്ഞുപോയി. മനുഷ്യരെ, വഹാബികളുടെ പ്രഭാഷണം കേൾക്കരുത്, അവർ ശൈത്താന്മാരാണ്, അവരെ അടുപ്പിക്കരുത്, അവരുടെ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് ശക്തമായി ആക്ഷേപിക്കുകയും അശ്ശരി ത്വരീഖത്തും ഷാഫി മദ്ഹബും സ്വീകരിച്ച് ജീവിച്ചെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയുന്ന ആളുകൾ 3 ദിവസം ഇവിടെ പ്രഭാഷണം നടത്തിയിട്ട് മഹാനായ ഇമാം അശ്ശരി റഹ്മത്തുള്ളാഹി, അല്ലാഹുവിനെ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഇന്ന രൂപത്തിലാണ് എന്ന് പറഞ്ഞ് ഇമാം അശ്ശരിയുടെ വാക്കിന്റെ ഒരു അരവരിയെങ്കിലും ഒരു കിതാബിൽ നിന്ന് ഈ കഴിഞ്ഞ 3 ദിവസം ഉദ്ധരിച്ചതായി നമ്മൾ ആരും കേട്ടില്ലല്ലോ. ഈ കഴിഞ്ഞ 3 ദിവസത്തെ പ്രഭാഷണം മാത്രമല്ല, ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ, ഇവിടെ 70ഉം 80ഉം 90ഉം വയസ്സായ ഇവിടെയുള്ള കാരണവന്മാരും ഇവിടെയുള്ള വൃദ്ധകളും, അവർക്കൊക്കെ കാത് മുളച്ചിട്ട് ഇന്ന് വരെ ഇമാം അശ്ശരി റഹ്മത്തുള്ളാഹി അല്ലാഹുവിനെ വിശ്വസിക്കേണ്ടത് ഈ രൂപത്തിലാണ് എന്ന് ഇന്ന ആയത്തിന്റെയും ഇന്ന ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇമാം അശ്ശരി പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് ഇമാം അശ്ശരിയുടെ ഒരു വാക്ക് നമ്മൾ ജനിച്ചിട്ട് ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ മക്കൾ നമ്മോട് ചോദിക്കും, ഉപ്പ, നാളെ റബ്ബിന്റെ കോടതിയിൽ ഇഖ്റഇ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ, മനുഷ്യാനിന്റെ ഗ്രന്ഥം നീ വായിക്കുക, അതിലുള്ള മുഴുവൻ കാര്യങ്ങളും കൃത്യമായി വിവരിക്കാൻ നീ യോഗ്യനാണ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഉപ്പ, റബ്ബെന്നോട് ചോദിക്കും, അല്ലാഹുവിലുള്ള വിശ്വാസം അശ്ശരി ത്വരീഖത്ത് പ്രകാരം ഞാൻ പഠിച്ചത് എങ്ങനെയാണ്? അശ്ശരി ഇമാം പഠിപ്പിച്ചത് എന്ത് വിശ്വാസമാണത് എന്ന് ചോദിക്കുമ്പോ ഉപ്പ, ഞാൻ എന്താണ് അല്ലാഹുവിനോട് മറുപടി പറയുക എന്ന് നമ്മുടെ പിൻചോപനകൾ നമ്മോട് ചോദിച്ചാൽ അശ്ശരി ഇമാം പറഞ്ഞ ഒരു അരവരി നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്റെ സഹോദരന്മാരെ, സഹോദരികളെ, നമുക്ക് സാധിക്കുമോ? നമ്മുടെ ഉസ്താദുമാർ നമുക്ക് ഇന്ന് വരെ പറഞ്ഞു തന്നിട്ടുണ്ടോ? നമ്മൾ മദ്രസയിൽ പഠിച്ചു, ഇമാം അശ്ശരിയുടെ ത്വരീഖത്ത് പ്രകാരം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു, എന്നിട്ട് അശ്ശരി ഇമാമിന്റെ ഒരു വാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ചില്ലറ പ്രശ്നമല്ല ഇത്, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണിത്, ഈമാനിന്റെ പ്രശ്നമാണിത്. നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ മുജാഹിദിന്റെ വയലല്ല കേൾക്കേണ്ടത്, ഇവിടെയുള്ള സമസ്തക്കാരുടെ പ്രഭാഷണം കേൾക്കുക. അവിടെ പള്ളിയിലെ ഉസ്താദിന്റെ അരികിൽ ചെല്ലുക. ഉസ്താദെ, ഒരു അരമണിക്കൂർ ഈ മഹല്ലത്തിലെ ആളുകൾക്ക് അശ്ശരി ഇമാം പഠിപ്പിച്ച, അശ്ശരി ഇമാം ഉദ്ധരിച്ച ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് അഖീദയെ കുറിച്ച് അടുത്ത വെള്ളിയാഴ്ച ഒരു അരമണിക്കൂർ നിങ്ങൾ ഞങ്ങൾക്ക് ഖുത്ബന്റെ മുമ്പത്തെ
ഇന്നത്തെ പ്രഭാഷണത്തിൽ ഒന്ന് പറഞ്ഞു തരണം എന്നൊന്ന് പറഞ്ഞു നോക്കൂ. മറുപടി കിട്ടുമോ എന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കൂ. വേണ്ട. അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടതാകുന്നു എന്ന് ഇമാം അശ്ശരി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിയാരും അത് പറയില്ല. നാം ആലോചിക്കേണ്ടത് സുന്നി മുജാഹിദ് പറഞ്ഞ് നമുക്ക് ഈ ലോകത്ത് നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് കളിക്കാൻ കഴിയും. നാളെ റബ്ബിന്റെ കോടതിയിൽ അത് നടക്കൂല. മുജാഹിദ് ജയിക്കട്ടെ, അല്ലാത്തവർ ജയിക്കട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. മുജാഹിദ് എന്ന സംഘടന, സമസ്ത എന്ന സംഘടന നാളെ പാരത്രിക ലോകത്ത് വരുമ്പോ ആരാണ് അതിൽ മെമ്പർമാരായത് എന്ന് അള്ളാഹു ചോദിക്കില്ല. മറിച്ച് ഏത് കൃത്യമായ പ്രമാണം സ്വീകരിക്കുന്ന സംഘടനയിലാണ് നീ നിന്നത് എന്ന് അള്ളാഹു ചോദിക്കും. അപ്പോൾ നാം മനസ്സിലാക്കുക, റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ നമുക്ക് മറുപടി പറയാനുണ്ടാവണം. നിങ്ങൾ ആലോചിക്കേണ്ടത് ഒന്നും കൂടുതൽ പ്രയാസപ്പെടേണ്ടതില്ല. ഇമാം അശ്ശരി ഇന്ന രൂപത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വയല് നമ്മൾ ജനിച്ചിട്ട് ഇന്ന് വരെ കേട്ടിട്ടില്ല. ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണിത്. അശ്ശരി ത്വരീഖത്ത് പ്രകാരം ജീവിച്ചില്ലെങ്കിൽ വഹാബിയാണ്, പുത്തംവാദിയാണെന്നാ പറയാറുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് വരെ അങ്ങനെയുള്ള ഒരു പ്രഭാഷണം നമ്മൾ കേൾക്കാറില്ല. എന്നാലോ ഇമാം അശ്ശരി റഹ്മത്തുള്ളാഹിയുടെ ത്വരീഖത്ത് വിശ്വാസപരമായ മേഖലയിൽ ഇമാം അശ്ശരി അന്ധമായി അനുകരിച്ചില്ലെങ്കിൽ പുത്തംവാദിയാണല്ലോ, അല്ലെങ്കിൽ മാതുരിദി ഇമാമിനെ സ്വീകരിച്ചില്ലെങ്കിൽ. എന്നാൽ ഈ അശ്ശരി ഇമാമിന്റെ ഈ വിഷയത്തിലെ നിലപാട് എന്താണ്? അശ്ശരി ഇമാമോ മാതുരിദി ഇമാമോ? മക്കളെ, ഇമാം അശ്ശരി പറയാണ്, എനിക്ക് വളരെ ഭക്തിയുള്ളത് കൊണ്ട് എന്നെ ആരും തഖ്ലീദ് ചെയ്യണ്ട. അങ്ങനെയാണല്ലോ ആളുകൾ പറയും. വിനയത്തിന്റെ വാക്താക്കളാവുമ്പോ എല്ലാവരും മാതുരിദിയെ അന്ധമായി അനുകരിച്ചാൽ മതി. മാതുരിദി പറയും, നിങ്ങളെല്ലാവരും അശ്ശരി ഇമാമിനെ തഖ്ലീദ് ചെയ്താൽ മതി, അദ്ദേഹം വലിയ പണ്ഡിതനാണ്. എങ്ങനെ? മൗലവിമാരെ പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് ആ ഉസ്താദ് ദ്വാരക്കട്ടെ, അല്ല മൂപ്പര് ദ്വാരക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് എന്നത്